शांति, ओम शांति, ओम शांति। ये भट्टी कौन सी है? നിങ്ങൾ ഏതൊരു ഭട്ടിക്കാണ് വന്നിരിക്കുന്നത്? നഷ്ടോ മോഹ സ്മൃതി ലബ്ധമാകുന്നതിനുള്ള ഭട്ടിക്ക്. നിങ്ങൾ 4, 6, 8 ദിവസത്തേക്ക് വീടും കുടുംബവും കുട്ടികളെയും വിട്ട് ഇവിടെ വന്നിരിക്കുകയല്ലേ? അപ്പോൾ തന്നെ നഷ്ടോ മോഹയായി മാറിക്കഴിഞ്ഞു. അതായത് മാതാക്കൾ ഒരു ദിവസം പോലും ഒന്നും വിട്ടിട്ട് വരാറില്ല. ഇപ്പോഴത്തെ നമ്മുടെ പുരുഷാർത്ഥമാണ് നിരന്തരം സ്മൃതി സ്വരൂപമായി മാറുക എന്നത്. മോഹം ഇല്ലാതാകുമ്പോൾ ബുദ്ധി പരിധിയുള്ള ബന്ധനത്തിൽ നിന്നും മുക്തമാകും. അപ്പോൾ നമുക്ക് സത്യത്തിൻ്റെ ദർശനവും ഉണ്ടാകുന്നു. ഏതിലെങ്കിലും മോഹമുണ്ടെങ്കിൽ വിവേകത്തിൻ്റെ കണ്ണുകൾ അടയ്ക്കപ്പെടുന്നു. അതുകൊണ്ട് പവിത്രമായതിനു ശേഷവും നമുക്ക് നഷ്ടോ മോഹയാകുന്നതിനുള്ള അധികം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. എത്രത്തോളം മോഹത്തിൽ നിന്നും ബുദ്ധി മുക്തമാകുന്നുവോ അത്രത്തോളം എല്ലാം സ്പഷ്ടമായി കാണാൻ സാധിക്കും, മനസ്സിലാക്കാനും സാധിക്കും, ഭാവിയും സ്പഷ്ടമായി കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം നടന്നു. വളരെ നല്ല രീതിയിൽ താല്പര്യത്തോടെ നിങ്ങളെല്ലാവരും ഭട്ടി ചെയ്തു. ഇന്ന് 3-ാം ദിവസത്തെ സന്ധ്യാസമയത്തെ സെഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ സംഘടനയിൽ യുവ മാതാക്കളുമുണ്ട്, പ്രായമായ മാതാക്കളുണ്ട്, വൃദ്ധരായ മാതാക്കളുമുണ്ട്. ഇത്രയും മാതാക്കൾ ബാബയുടെ ശ്രീമതമനുസരിച്ച് സ്വയം ദേവതയായിക്കൊണ്ടിരിക്കുന്നു, വീടിനെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുന്നു. ഗോവർദ്ധന പർവ്വതം ഉയർത്തുന്നതിൽ ബാബയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന വളരെ വലിയ സഹയോഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അന്തിമ സമയമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകണം. പോകുന്നതിന് മുമ്പ് 63 ജന്മങ്ങളുടെ കടം തീർക്കേണ്ടതുണ്ട്. 21 ജന്മത്തേക്ക് സമ്പാദിക്കുകയും വേണം.
बहुत सावधानी से വളരെ ജാഗ്രതയോടുകൂടി इस संगम युग में ഈ हमें സംഗമയുഗത്തിൽ നമുക്ക് നടക്കണം. बेशक वरदानी ഇത് समय है, വരദാനി സമയമാണ്, चढ़ती कला का കയറുന്ന समय കലയുടെ है। സമയമാണ്. ബാബ एक का ഒന്നിന് 100 മടങ്ങ്, 1000 മടങ്ങ്, കോടി മടങ്ങ് दे നൽകിക്കൊണ്ടിരിക്കുന്നു. यानी गुना അനേകം प्राप्ति മടങ്ങ് करने का समय। പ്രാപ്തിയുടെ സമയമാണ് ഇത്. वैसे तो कर्म गति का കർമ്മഗതിയുടെ नियम है, നിയമമാണ് एक ഒന്നിന് का एक। 1. जैसा करेंगे ऐसा എങ്ങനെ पाएंगे। ചെയ്യുന്നുവോ അങ്ങനെ നേടും. जो करेगा ആര് वो ചെയ്യുന്നുവോ पाएगा। അവർ നേടും. जितना എത്രത്തോളം करेगा, ചെയ്യുന്നുവോ उतना അത്രത്തോളം पाएगा। നേടും. ये कर्म गति ഇത് का കർമ്മഗതിയുടെ सिद्धांत है, സിദ്ധാന്തമാണ്. जो अज्ञान काल से അജ്ഞാനകാലം മുതലേ നമുക്കിതറിയാം. പക്ഷേ സംഗമയുഗത്തിൽ स्वयं भगवान धरती സ്വയം पर आते ഭഗവാൻ हैं। ഭൂമിയിൽ വരുന്നു. तो इस परम शक्ति के अवतरित होने പരമശക്തിയുടെ ഈ അവതരണ സമയത്ത് पर स्पेशल ऑफर का സ്പെഷ്യൽ समय है ഓഫറിൻ്റെ സമയമാണിത്. कि एक का अनेक ഒന്നിന് गुना അനേകം മടങ്ങ് मिल सकता है। പ്രാപ്തമാകുന്നു. सीजन में बोया हुआ സീസണിൽ बीज വിതയ്ക്കുന്ന വിത്ത് अनेक गुना അനേകം फल മടങ്ങ് देता है। ഫലം തരുന്നു. उस फल का स्वाद അതിന് अपना അതിൻ്റേതായ സ്വാദുണ്ടാകും. प्रकृति में भी शक्ति പ്രകൃതിയിലും है। ഒരു ശക്തിയുണ്ട്. कण का मण വിതച്ചതേ കൊയ്യൂ. ये तो परमात्मा പക്ഷേ ഇവിടെ പരമാത്മാവാണ്. प्रकृति का भी പ്രകൃതിയുടെയും പതിയാണ്. आत्माओं का ആത്മാക്കളുടെ അധികാരിയാണ്. उनके तरफ से ये स्पेशल ആ അധികാരിയുടെ ഭാഗത്തു നിന്നുമുള്ള സ്പെഷ്യൽ ഓഫറാണ് 1 കോടി മടങ്ങ്. അതുകൊണ്ട് बीज വിത്ത് വിതയ്ക്കുമ്പോൾ बहुत सावधान വളരെ ജാഗ്രത വേണം. क्वालिटी बीज ക്വാളിറ്റിയുള്ള बोएंगे, വിത്ത് വിതയ്ക്കുമ്പോൾ पदम गुणा क्वालिटी കോടി फल മടങ്ങ് मिलता है। ക്വാളിറ്റി ഫലം കിട്ടും. पर अगर പക്ഷേ सावधानी नहीं रही, ജാഗ്രതയില്ല എങ്കിൽ हल्का बीज बोया ക്വാളിറ്റി ഇല്ലാത്ത कर्म एक വിത്ത് बीज വിതച്ചാൽ के समान है। കർമ്മവും ഒരു വിത്തിനെ പോലെ തന്നെയാണ്. अगर कोई सामान्य അഥവാ സാമാന്യവും വ്യർത്ഥവുമായ പതീതവുമായ കർമ്മത്തിൻ്റെ വിത്ത് വിതച്ചാൽ भी पदम गुण അതിനും കോടി മടങ്ങ് ഫലം കിട്ടും. क्योंकि ये എന്തുകൊണ്ടെന്നാൽ ഇത് കർമ്മക്ഷേത്രമാണ്. भगवान कर्म क्षेत्र ഭഗവാൻ पर आए। കർമ്മക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. इसलिए कर्म क्षेत्र के सिद्धांत അതുകൊണ്ട് अनुसार काम കർമ്മക്ഷേത്രത്തിൻ്റെ സിദ്ധാന്തമനുസരിച്ച് കർമ്മം ചെയ്യുന്നു. और ये ऑटोमेटिक ഇത് ഓട്ടോമാറ്റിക്കാണ്. अच्छे का अनेक നല്ലതിന് गुना അനേകം മടങ്ങ് നല്ലതും पर മോശമായതിന് गलत का अनेक അനേകം മടങ്ങ് മോശമായതും കിട്ടും. അതുകൊണ്ട് इसलिए सिर्फ भावना से ഭാവനയോടെ नहीं, മാത്രമല്ല
ज्ञान स्वरूप बनकर ജ്ഞാനസ്വരൂപരായി നമുക്ക് നടക്കണം. संगम युग, സംഗമയുഗം सत्य ज्ञान का युग, സത്യജ്ഞാനത്തിൻ്റെ യുഗമാണ്. हमें ज्ञान स्वरूप നമുക്ക് बनकर ജ്ഞാനസ്വരൂപരായി നടക്കണം. बाबा कहते ബാബ हैं, പറയാറുണ്ട്, जो हो चुका എന്ത് सो കഴിഞ്ഞു പോയോ ड्रामा। അത് ഡ്രാമയാണ്. ज्ञान में आने से ജ്ഞാനത്തിലേക്ക് पूर्व में വരുന്നതിന് മുമ്പ് അജ്ഞാനകാലത്ത് अज्ञान काल में विकारों के വികാരങ്ങൾക്ക് वश വശപ്പെട്ട് बहुत भूलें, पाप വളരെയധികം किए। പാപങ്ങളും बाबा തെറ്റുകളും कहते हैं, ചെയ്തിട്ടുണ്ട്. ड्रामा ബാബ അതിനെക്കുറിച്ച് പറയുന്നത് അത് ഡ്രാമയാണ്, ഫുൾ സ്റ്റോപ്പ് ഇടൂ. पर एक बहुत महत्वपूर्ण പക്ഷെ വളരെ महावाक्य മഹത്വപൂർണമായ बाबा മഹാവാക്യം उच्चारण ബാബ करते हैं। ഉച്ചരിച്ചിട്ടുണ്ട്, ഇപ്പോൾ തെറ്റുകൾ ചെയ്യരുത് എന്ന്. वो है അത് most വളരെ important। പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. अब हम ഇപ്പോൾ ज्ञानी आत्मा, നമ്മൾ ജ്ഞാനിത്വ ആത്മാക്കളാണ്. हम सत्य खोज नहीं നമ്മൾ रहे, സത്യത്തെ അന്വേഷിക്കുകയല്ല, हमें सत्य നമുക്ക് मिल സത്യത്തെ चुका। ലഭിച്ചു കഴിഞ്ഞു. परम सत्य പരമസത്യമായ ബാബ से रोज सत्य ബാബയിൽ ज्ञान की നിന്നും शिक्षा ദിവസവും हम ले रहे हैं। സത്യത്തിൻ്റെ പഠിപ്പ് ये मुरली എടുത്തുകൊണ്ടിരിക്കുകയാണ്. क्लास कोई ഈ सामान्य മുരളി चीज ക്ലാസ് ഒരു नहीं। സാമാന്യമായ കാര്യമല്ല. हम सभी ने നമ്മളെല്ലാവരും साक्षात परमात्मा സാക്ഷാൽ को सिर्फ പരമാത്മാവിനെ जाना नहीं അറിയുക है, മാത്രമല്ല पहचाना है। തിരിച്ചറിയുകയാണ് ചെയ്തത്. हमने उनकी पूरी शिक्षाओं को നമ്മൾ प्राप्त किया है। പരമാത്മാവിൻ്റെ മുഴുവൻ പഠിപ്പിനെയും പ്രാപ്തമാക്കി കഴിഞ്ഞു. കേവലം അറിയലല്ല, കേവലം തിരിച്ചറിയലല്ല, वो सिर्फ हमें मिला കേവലം नहीं है। കണ്ടുമുട്ടലല്ല, हमने उनकी पूरी शिक्षा നമ്മൾ പരമാത്മാവിൻ്റെ മുഴുവൻ പഠിപ്പിനെയും പ്രാപ്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് हम ज्ञानी तु आत्माएं। നമ്മൾ ജ്ഞാനിത്വ ആത്മാക്കളാണ്. कोई सेंसिबल व्यक्ति ഏതെങ്കിലും समझदार വിവേകശാലികളായ വ്യക്തികൾ भूल कर തെറ്റുകൾ ചെയ്യുമ്പോൾ तो लोग माफ नहीं ആരും മാപ്പ് കൊടുക്കാറില്ല. वो कहते हैं कि वो മനുഷ്യർ तो പറയാറുണ്ട്, अबोध था, മറ്റുള്ളവർ अज्ञानी था। അജ്ഞാനികളല്ലേ, അറിയാത്തവരല്ലേ, പക്ഷേ നിങ്ങൾക്കറിവുണ്ടല്ലോ. आपने നിങ്ങൾ എന്തിനാണ് ഈ തെറ്റ് ചെയ്തത്? वो बेचारा മറ്റുള്ളവർ गवार था, പാവങ്ങളല്ലേ, അറിവില്ലാത്തവരല്ലേ, പക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടല്ലോ. हम दिव्य നമ്മൾ बुद्धि प्राप्त वरदानी ദിവ്യബുദ്ധി आत्माएं, പ്രാപ്തമായ വരദാനി ആത്മാക്കളാണ്, सद्ज्ञानी സത്യജ്ഞാനി ആത്മാക്കളാണ്, डायरेक्ट परमात्मा ഡയറക്റ്റ് योगी പരമാത്മാ യോഗി ആത്മാക്കളാണ്. അതുകൊണ്ട് इसलिए अनजाने में की हुई भूल അറിയാതെ ചെയ്തു പോകുന്ന തെറ്റുകൾ ക്ഷമിക്കാൻ സാധിക്കും. बार भूल करते ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന टीका के തെറ്റുകൾ ശരിയാക്കാൻ സാധിക്കും. पर പക്ഷേ जानबूझकर की हुई അറിഞ്ഞു भूल ചെയ്യുന്ന തെറ്റുകൾ ശിക്ഷാർഹമാണ്. हम നമ്മൾ ज्ञानी ജ്ഞാനിത്വ ആത്മാക്കളാണ്. हम बेहद के पिता से നമ്മൾ जुड़े പരിധിയില്ലാത്ത हैं। പിതാവുമായി കണക്റ്റഡ് ആണ്. अब हम एक सीमित लौकिक परिवार ഇപ്പോൾ से नहीं, നമ്മൾ ലൗകിക പരിവാരവുമായി മാത്രമല്ല ബന്ധം, हम लौकिक
നമ്മൾ ലൗകികം അലൗകികം वैश्विक परिवार വിശ്വപരിവാരവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. हमें നമുക്ക് എല്ലാവരോടൊപ്പം बहुत समझदार വളരെ വിവേകത്തോടു കൂടി നടക്കണം. हम कितना बाबा को देते നമ്മൾ എത്രത്തോളമാണ് ബാബയ്ക്ക് കൊടുക്കുന്നത്, और सामने कितना लेते നമ്മൾ എത്രത്തോളം ബാബയിൽ നിന്ന് എടുക്കുന്നുണ്ട്, കണക്കെടുക്കൂ. और उस हिसाब ആ से കണക്ക് വെച്ച് നിങ്ങൾ നോക്കൂ, कि जमा എത്രത്തോളം ഞാൻ ശേഖരിക്കുന്നുണ്ട്, कितना देते हैं वो हर എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ, गिनती എണ്ണാറുമുണ്ടല്ലോ. पर कितना बाबा से എത്രത്തോളം ബാബയിൽ നിന്നും യജ്ഞത്തിൽ നിന്നും हम लेते हैं, പാലന, പഠിപ്പ്, पढ़ाई, സ്നേഹം എടുക്കുന്നുണ്ട്, സേവനം. उसका हिसाब करते हैं तो അതിൻ്റെ समझ में കണക്കെടുക്കുമ്പോൾ आता है മനസ്സിലാക്കാൻ സാധിക്കും कि जमा എത്രത്തോളം സമ്പാദ്യമുണ്ട് എന്ന്. जिस परिवार में हम ഏത് रहते പരിവാരത്തിലാണോ നമ്മൾ വസിക്കുന്നത്, सभी ज्ञानी हैं, എല്ലാവരും ജ്ഞാനിയായിക്കോട്ടെ അജ്ഞാനിയായിക്കോട്ടെ, पर जिस भी परिवार ഏത് में പരിവാരത്തിലാണോ നമ്മൾ വസിക്കുന്നത്, हम ज्ञानी तो आत्माओं के നമ്മൾ कारण ജ്ഞാനിത്വ ആത്മാവായതുകൊണ്ട് उस ആ परिवार പരിവാരത്തിൽ सुख സുഖം വരേണ്ടതുണ്ട്. उस परिवार को शांति का ആ अनुभव പരിവാരത്തിന് होना चाहिए। സുഖശാന്തിയുടെ അനുഭവമുണ്ടാകണം. हमारे से रूहानी നമ്മളിലൂടെ ആത്മീയ സ്നേഹം, और सम्मान ബഹുമാനവും मिलना चाहिए। അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. वो അവർ अज्ञानी, അജ്ഞാനികളാണ്, हम तो നമ്മൾ ज्ञानी, ജ്ഞാനികളാണ്. हम दाता के बच्चे मास्टर നമ്മൾ दाता है। ദാതാവിൻ്റെ കുട്ടികൾ, മാസ്റ്റർ ദാതാവാണ്. हमारे तप के നമ്മുടെ बल തപസ്സിൻ്റെ ബലം കൊണ്ട് से वो परिवार भी पार उतर जाना ആ പരിവാരവും അക്കരെ എത്തണം, भी सदगति അവരുടെയും സദ്ഗതി ഉണ്ടാകണം. ये हम सबकी ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. हमारे ज्ञान योग നമ്മുടെ वाइब्रेशन ജ്ഞാനയോഗത്തിൻ്റെ വൈബ്രേഷൻസിലൂടെ, चेहरे से മുഖത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, हमारे നമ്മുടെ कर्मों കർമ്മത്തിലൂടെ से उनको അവർക്ക് സുഖം ലഭിക്കണം. भल अज्ञानता के कारण वो टीका करेंगे അവർ അജ്ഞാനം കാരണം ശരിയാക്കുമായിരിക്കാം. तो भी वो wrong നിങ്ങൾ आपके ശരിയാണെങ്കിലും बारे में बोलेंगे। അവർ തെറ്റാണെന്ന് പറഞ്ഞാലും लेकिन हमारा अपना पवित्र നമ്മൾ स्वरूप നമ്മുടെ പവിത്ര സ്വരൂപം हमें गवाही നഷ്ടപ്പെടുത്തി देता है കഴിഞ്ഞാൽ कि हम अपने तरफ से सही നമ്മൾ है നമ്മുടെ या ഭാഗത്ത് നിന്നും ശരിയാണോ അതോ അല്ലയോ? एक तपस्वी आत्मा जहाँ തപസ്വി भी रहती ആത്മാവ് है, वो अपने तप के എവിടെ बल വസിക്കുകയാണെങ്കിലും से वातावरण को തൻ്റെ प्रभावित തപസ്സിൻ്റെ ബലം കൊണ്ട് ആ വാതാവരണത്തെ പ്രഭാവിതമാക്കാൻ സാധിക്കും. हम जहाँ भी നമ്മൾ എവിടെ വസിക്കുകയാണെങ്കിലും हमारे मन നമ്മുടെ वचन മനസ്സുകൊണ്ടും कर्म से, വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും हमारे वाणी നമ്മുടെ विचार വാക്ക്, vibration വിചാരം, से, വൈബ്രേഷൻസ് കൊണ്ട് हमारे मन के നമ്മുടെ सूक्ष्म മനസ്സിൻ്റെ भाव, സൂക്ഷ്മ भावनाओं ഭാവം, से ഭാവന കൊണ്ട് शांति ശാന്തി വ്യാപിപ്പിക്കണം, शुभता ശുഭം फैले। വ്യാപിപ്പിക്കണം.
പവിത്രത പരത്തണം. പരിവാരം മനസ്സിലാക്കണം, ഇവരുടെ തപസ്സിലൂടെ നമ്മൾ അക്കരെയെത്തും, അറിഞ്ഞോ അറിയാതെയോ, പ്രത്യക്ഷ പരോക്ഷ രൂപത്തിലൂടെ എല്ലാവരുടെയും മംഗളകാരിയായി നമ്മൾ മാറണം. നമ്മൾ ആരോടും അപേക്ഷിക്കുന്നില്ല. നമുക്ക് സദാ ബാബ തരുന്നുണ്ട്, നമ്മളെ നിറയ്ക്കുന്നുണ്ട്. ഒരുപാട് തരുന്നില്ല, പക്ഷേ ഭഗവാൻ നമ്മളിൽ അവകാശിയായി മാറിക്കഴിഞ്ഞു, നമ്മളെ നിറച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കാര്യമാണ് കൊടുക്കുക. അയൽപ്പക്കത്തുള്ളവരും എല്ലാവരോടൊപ്പവും നമ്മൾ വേറിട്ടിരിക്കണം, പ്രിയപ്പെട്ടതുമായിരിക്കണം, ശുഭവുമായിരിക്കണം. ഏത് അലൗകിക പരിവാരത്തിൽ നിന്നാണോ നിങ്ങൾ വന്നിട്ടുള്ളത്, ഓരോ സെന്ററും അലൗകിക പരിവാരമാണ്. ഏതൊക്കെ സെന്ററുകളാണോ, സബ് സെന്റർ, പാഠശാലകൾ, ഇവിടെ നിന്നൊക്കെ നിങ്ങൾ വന്നിരിക്കുകയല്ലേ. നമ്മൾ ഈ ഈശ്വരീയ പരിവാരത്തിലെ ഭാഗമാണ്. നമ്മുടെ വരവോടെ നമ്മുടെ സെന്റർ, നമ്മുടെ ഈശ്വരീയ പരിവാരം കൂടുതൽ സംഘടിതമാകണം. നമ്മുടെ വരവോടെ കൂടുതൽ പുരുഷാർത്ഥിയായിട്ട് മാറണം. സംഗമയുഗത്തിൽ സാധാരണ റോള് നമ്മൾ എന്തിനാണ് പ്ലേ ചെയ്യുന്നത്? നമ്മൾ ഭഗവാന്റേതായി മാറിയില്ലേ? പവിത്രമായ ജീവിതം ജീവിക്കുന്നില്ലേ? യോഗമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നില്ലേ? നമ്മൾ ഇത്രയും ചിട്ടയോടെ പുരുഷാർത്ഥവും സേവനവും ചെയ്യണം. അവിടുത്തെ നമ്മുടെ ഈശ്വരീയ പരിവാരം കൂടുതൽ സംഘടിതവും ശക്തിശാലിയുമായി മാറണം. ഇന്ന് ഓരോ സെന്ററിന്റെയും വായുമണ്ഡലം അവിടുത്തെ സഹോദരി സഹോദരന്മാരിലൂടെയാണ് തയ്യാറാവുന്നത്. നിമിത്ത ആത്മാവിനോടൊപ്പം വരുന്ന സഹോദരി സഹോദരന്മാരിലൂടെയാണ് തയ്യാറാവുന്നത്. നമുക്ക് പരസ്പര പൂരകങ്ങളായി നടക്കണം. പരസ്പര പൂരകങ്ങൾ, കോംപ്ലിമെന്ററി റോൾ നമ്മൾ പ്ലേ ചെയ്യണം. എന്താണോ താങ്കളുടെ വിശേഷത, ആ പാർട്ട് പ്ലേ ചെയ്യൂ. താങ്കൾക്ക് എന്ത് അറിയില്ലയോ അത് ഞാൻ ചെയ്തോളാം. നിമിത്ത ആത്മാവിനോട് ഒപ്പം ഇങ്ങനെ നമ്മൾ നടക്കണം. നമ്മുടെ നിമിത്തമായ സഹോദരിമാർ ബാബ കാരണം ഇത്രയും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അവരും ഈ ലോകത്തിലേതാണ്, തന്റെ യുവാവസ്ഥയിലല്ലേ വന്നിരിക്കുന്നത്. അവരും നിങ്ങൾ അനുഭവികളാണ്. അവർക്കെന്താണോ അറിയാത്തത് അത് നിങ്ങൾ ചെയ്യൂ. അങ്ങനെ ഒരുമിച്ച്
बाबा का പെർഫെക്റ്റായി ബാബയുടെ കാര്യം ചെയ്യണം. हमें बाबा ने ये നമുക്ക് मार्जिन दी. ബാബ ഈ മാർജിൻ തന്നിട്ടുണ്ട്. हम अपना टाइम एक दो की നമ്മൾ कमियां, നമ്മുടെ अवगुण, സമയത്തെ മറ്റുള്ളവരുടെ गुणे, കുറവ്, ദുർബലത वो सोचने और वर्णन ഇതെല്ലാം करने में ചിന്തിക്കുന്നതിലും क्यों गंवाएं? വർണ്ണിക്കുന്നതിലും എന്തിനാ സമയം നഷ്ടപ്പെടുത്തുന്നത്? ഞാനും പെർഫെക്റ്റ് അല്ല, നിങ്ങളും പെർഫെക്റ്റ് അല്ല. आप भी നിങ്ങളും पुरुषार्थी हैं, പുരുഷാർത്ഥിയാണ്, मैं भी ഞാനും पुरुषार्थी. പുരുഷാർത്ഥിയാണ്. आप നിങ്ങൾ घर में रहकर വീട്ടിലിരുന്നു കൊണ്ട് पुरुषार्थ പുരുഷാർത്ഥം करते हैं. ചെയ്യുന്നു, मैं ഞാൻ सेंटर में സെന്ററിലിരുന്നു रहकर കൊണ്ട് पुरुषार्थ പുരുഷാർത്ഥം करती ചെയ്യുന്നു. हूँ, पर है तो हम सब നമ്മളെല്ലാവരും पुरुषार्थी. പുരുഷാർത്ഥികൾ തന്നെയാണ്. हमें बाबा ने समीप നമ്മളെ लाया ബാബ है. സമീപത്തേക്ക് കൊണ്ടുവന്നത് एक दो के अवगुण देखने के പരസ്പരം लिए नहीं, അവഗുണങ്ങൾ കാണാനല്ല, विशेषताएं വിശേഷതകളെ കണ്ട് विशेषताओं का सहयोग വിശേഷതകളുടെ സഹയോഗം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. तो बाबा का कार्य परफेक्ट അപ്പോൾ रूप से हम ബാബയുടെ चला കാര്യത്തെ പെർഫെക്റ്റായി നമുക്ക് നടത്താൻ സാധിക്കും. हम एक मत एक रस एकता से നമുക്ക് चलेंगे, ഏകമതത്തിലൂടെ ഏകതയിലൂടെ हम सफलता पा सकते. നടക്കാൻ സാധിക്കുമെങ്കിൽ സഫലത നമുക്ക് നേടാൻ സാധിക്കും. अगर हम आपस में അഥവാ टकराएं, നമ്മൾ പരസ്പരം निंदा ग्लानि करेंगे, നിന്ദ ചെയ്യുകയാണെങ്കിൽ, ടക്കറിങ്സിലേക്ക് വരികയാണെങ്കിൽ, सेंटर में हम रोज ഏത് സെന്ററിലാണോ നമ്മൾ ദിവസവും പോകുന്നത്, जिससे हम रोज पढ़ाई ഏത് कर रहे സെന്ററിലാണോ ദിവസവും പഠിപ്പ് പഠിക്കുന്നത്, हैं, जिसके ആരുടെ सामने മുമ്പിൽ बैठकर ഇരുന്നു हम കൊണ്ടാണോ योग कर നമ്മൾ रहे हैं, യോഗം ചെയ്യുന്നത്, वहीं मन को दूषित करेंगे, नेगेटिव बनाएंगे, तो प्राप्ति അതുതന്നെ നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രാപ്തി ഉണ്ടാക്കാൻ സാധിക്കും? एक അതുകൊണ്ട് की इतनी बातों में जाना പരസ്പരം മറ്റ് കാര്യങ്ങളിലേക്ക് പോകേണ്ടതേയില്ല. नेगेटिव बने. മനസ്സിനെ നെഗറ്റീവാക്കുന്ന ഒരു കാര്യത്തിലേക്കും പോകേണ്ടതില്ല. न्यारा और വേറിട്ടിരിക്കുക, സ്നേഹിയായിരിക്കുക. ताकि हम അപ്പോൾ मिलकर നമുക്ക് अच्छे ഒരുമിച്ച് पुरुषार्थी നല്ല बने, പുരുഷാർത്ഥിയായിട്ട് മാറാനും സാധിക്കും, നല്ല സേവനവും ചെയ്യാൻ സാധിക്കും. हमारे आपस में लौकिकता नहीं, നമ്മൾ തമ്മിൽ अलौकिक. ലൗകികതയില്ല, അലൗകികതയാണുള്ളത്. हमें किसी को अपना नहीं बनाना है, बाबा का നമ്മൾ बनाना. ആരെയും നമ്മുടേതാക്കി മാറ്റരുത്, ബാബയുടേതാക്കി മാറ്റണം. चाहे आप क्लास कराने നിങ്ങൾ ക്ലാസ് जाते എടുക്കാൻ हैं, പോകാറുണ്ട്, गीता ഗീതാ पाठशाला പാഠശാലയെല്ലാം നടത്താറുണ്ട്. आप सेंटर നിങ്ങൾ സെന്ററിലൊരു പഴയ മാതാജി ആയിരിക്കാം, माताएं हैं, भंडारा संभालते हैं, कुछ കിച്ചൺ भी, സേവാധാരിയായിരിക്കാം. पर हम सब निमित्त പക്ഷേ നമ്മളെല്ലാവരും നിമിത്തം മാത്രമാണ്. हम सब निमित्त നമ്മളെല്ലാവരും मात्र हैं. നിമിത്തം മാത്രമാണ്. यहाँ मालिक ഇവിടുത്തെ അധികാരി ഒരേയൊരു ബാബ മാത്രമാണ്. जहाँ हम मालिक बनने जाते हैं ना, എവിടെ ആകാൻ പോകുന്നുണ്ടോ അവിടെ ഭാവന ഇല്ലാതാകും. നമുക്കൊന്നും പിടിച്ചു വെക്കാനില്ല. न सेवा को സേവനത്തെയും पकड़ना है പിടിച്ചു कि मेरे വെക്കരുത്, सिवाय और कोई എനിക്കല്ലാതെ ഇത് कर नहीं വേർക്കും सकता. ചെയ്യാൻ പറ്റില്ല. बाबा का कार्य है. ഇങ്ങനെയല്ല, ഇത് आज ബാബയുടെ കാര്യമാണ്. हम നമ്മൾ निमित्त है, നിമിത്തമാണ്. और भी तो कोई निमित्त बन सकता है. നാളെ മറ്റാർക്ക് വേണമെങ്കിലും നിമിത്തമാകാമല്ലോ. ना हमें स्टूडेंट के നമ്മൾ मालिक വിദ്യാർത്ഥിയുടെയും बनना है, वो അധികാരിയാകരുത്. ആ വിദ്യാർത്ഥി ബാബയുടേതാണ്. वो बाबा के ആ बच्चे. വിദ്യാർത്ഥി ബാബയുടെ കുട്ടിയാണ്. मम्मा മമ്മ പറയുമായിരുന്നു, मम्मा कहती थी, किसी को इतनी पालना मत दो कि वो आपको നിങ്ങളെ याद തന്നെ करने लगे. ഓർമ്മിക്കുന്ന തരത്തിൽ ആരെയും നിങ്ങൾ സഹായിക്കരുത്, പാലന കൊടുക്കരുത്. हमें एक दो को सहयोग देना है, പരസ്പരം
पर സഹയോഗം आधारित കൊടുക്കണം, नहीं बनाना പക്ഷേ है। ആധാരമാക്കി മാറ്റരുത്. हमें बाबा से അവരെ ബാബയുമായിട്ട് ബന്ധിപ്പിക്കണം. इसके विपरीत അഥവാ अगर ഇതിന് വിപരീതമായി നമ്മൾ അതുതന്നെ ചെയ്യുകയാണെങ്കിൽ तो वो सेवा അത് नहीं സേവനമല്ല, है, हिसाब किताब അത് കണക്കുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. वो हिसाब किताब അത് കണക്കാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് इसलिए ज्ञानी तो आत्माओं की ജ്ഞാനിത്വ ആത്മാക്കളുടെ കർമ്മഗതി വേറിട്ടതാണ്, ഗഹനവുമാണ്. हमें मार्जिन है अनेक गुना നമുക്ക് മാർജിനുണ്ട്, അനേകം മടങ്ങ് മുകളിലേക്ക് ഉയരാൻ. ബാബ പറയാറില്ലേ, रस കഴിയുന്നത്ര കയറുകയാണെങ്കിൽ വൈകുണ്ഠരസം അനുഭവിക്കാം, പക്ഷേ വീണ് കഴിഞ്ഞാൽ बहुत छोटी छोटी ചെറിയ ചെറിയ കാര്യങ്ങളിൽ ध्यान न रहे ശ്രദ്ധയില്ല എങ്കിൽ हिसाब बनते കണക്കുണ്ടാകും. हमें तो मुक्त നമുക്ക് होना है। മുക്തമാകണമല്ലോ. हमें अंत में एक बाबा നമുക്ക് याद അന്തിമത്തിൽ रहे, ഒരേയൊരു ബാബയുടെ ഓർമ്മ മാത്രം यही बाबा ഉണ്ടായിരിക്കണം. के साथ जाना है। ബാബയുടെ കൂടെ പോകണം. बाबा के साथ ബാബയുടെ जाना കൂടെ माना പോവുക बाबा അർത്ഥം की याद ബാബയുടെ में जाना। ഓർമ്മയിൽ പോവുക. हमारा पुरुषार्थ तो നമ്മുടെ ये है, പുരുഷാർത്ഥം इसलिए തന്നെ रोज ഇതാണ്. अपने मुख्य लक्ष्य ദിവസവും को നമ്മുടെ മുഖ്യ ലക്ഷ്യത്തെ റിവൈസ് ചെയ്യണം. अमृत वेला योग അമൃതവേള യോഗത്തിന് ശേഷം सिर्फ 3-5 മിനിറ്റ് ഒരു പേപ്പറിൽ നിങ്ങൾ എഴുതി വയ്ക്കുക, हम संगम युग में ഞാൻ സംഗമയുഗത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത്, हम ब्रह्मा कुमार कुमारी ഞാൻ क्यों ബ്രഹ്മകുമാർ കുമാരിയായി എന്തിനാണ് മാറിയത്, बने? ज्ञान योग ഞാൻ क्यों നിത്യവും कर रहे हैं? ജ്ഞാനം യോഗം എന്തിനാണ് हमने ചെയ്യുന്നത്, सफेद वस्त्र ഞാൻ വെള്ളവസ്ത്രം എന്തിനാണ് ധരിക്കുന്നത്, हमारा लक्ष्य എൻ്റെ क्या? ലക്ഷ്യം എന്താണ്. हम ദിവസവും revise നമ്മളിത് റിവൈസ് ചെയ്യണം. क्योंकि निरंतर मुझे जागृति बना के നിരന്തരം रखनी है। ഞാൻ എന്നെ ഉണർത്തണം. रिवीजन करना बहुत ഉണർത്തണമെങ്കിൽ റിവൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ताकि कोई भी प्रभाव में അപ്പോൾ आकर मुख्य बात यही മുഖ്യമായ കാര്യം ഇതാണ്, कि किसी के भी खास प्रभाव में ആരുടെയെങ്കിലും പ്രഭാവത്തിലേക്ക് വന്ന് हम कई बार നമ്മൾ പലതവണ दूसरों को अन्याय कर മറ്റുള്ളവരോട് देते हैं, അന്യായം पक्षपाती കാണിക്കാറുണ്ട്, व्यवहार करते हैं, പക്ഷഭേദം കാണിക്കാറുണ്ട്, प्रभाव में आकर പ്രഭാവത്തിലേക്ക് വന്ന് गलत कामों में തെറ്റായ साथी കർമ്മങ്ങളിൽ കൂടാറുണ്ട്. इसलिए അതുകൊണ്ട് क्यों बाबा रोज डिटैच रहने की എന്തിനാണ് practice कराते? ബാബ ദിവസവും ഡിറ്റാച്ച് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്? देहभान से न्यारे ദേഹബോധത്തിൽ നിന്നും വേറിടാനുള്ള അഭ്യാസം बहुत വളരെ മഹത്വപൂർണമായ അഭ്യാസമാണ്. डिटैच ഡിറ്റാച്ച് ആവുക, വേറിടുക. ताकि हम प्रभाव അപ്പോൾ में ना പ്രഭാവത്തിലേക്ക് നമ്മൾ വരില്ല. कहीं भी हम मन से घोंसला बनाने न लगे, എവിടെയും മനസ്സുകൊണ്ട് നമ്മൾ കൂടുണ്ടാക്കരുത്. कहीं भी घर नहीं बनाए मन हमारा। വേറിട്ടിരിക്കുക, साक्षी സാക്ഷിയാവുക. योगी യോഗിയാകുന്നതിൽ की बहुत आवश्यक। ഇതിൻ്റെ വളരെയധികം ആവശ്യകത ഉണ്ട്. आप खुद നിങ്ങൾ देखो, സ്വയം ഒന്ന് നോക്കൂ. व्यर्थ बातें
कहाँ होती വ്യർത്ഥ കാര്യങ്ങൾ എവിടെയാണ് ഉണ്ടാവുന്നത്? खास के साथ ही होती है ना। ഒരുമിച്ചിരിക്കുന്നവരുടെ കൂടെ തന്നെയല്ലേ ഇത് സംഭവിക്കുക? വഴിയിൽ കൂടെ പോകുന്നവരുമായിട്ട് നടക്കില്ലല്ലോ. जिसको खास हम अपना നമ്മൾ ആരെയാണോ പ്രത്യേകിച്ച് നമ്മുടേതാക്കി വെച്ചിട്ടുള്ളത്, അവിടെയാണ് എൻ്റെ നിൻ്റെ എന്നെല്ലാം സംഭവിക്കുന്നത്. इसलिए सावधानी तो वहीं അതുകൊണ്ട് ജാഗ്രത അവിടെ തന്നെയാണല്ലോ കാണിക്കേണ്ടതും. जगदीश भाई जी ने बहुत पहले एक लेख ജഗദീഷ് ഭായ് വളരെ മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു. അതിൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു, दोस्तों എന്നെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും രക്ഷപ്പെടുത്തൂ എന്ന്. वे जहाँ नहीं बनती है वहाँ तो इंसान अपने आप ही सावधान रहता है, पर जहाँ बनती है वहाँ सावधान। എവിടെയാണോ ബന്ധങ്ങൾ ഉണ്ടാവണത് അവിടെയാണ് ജാഗ്രത വെക്കേണ്ടത്. വ്യർത്ഥത്തിലേക്ക് പോവരുത്. क्योंकि ये व्यर्थ डायरेक्ट योग को तोड़ता വ്യർത്ഥം ഡയറക്റ്റായി യോഗത്തെ മുറിക്കും. आप सेवा बहुत अच्छी നിങ്ങൾ സേവനം നന്നായി ചെയ്യും, ज्ञान बहुत अच्छा ജ്ഞാനം നന്നായി കേൾപ്പിക്കും, पर പക്ഷേ യോഗം വെക്കാൻ സാധിക്കില്ല. माने हम बाबा से ही അർത്ഥം നമ്മൾ ബാബയിൽ നിന്നും ദൂരെ പോകും. അതുകൊണ്ട് इसलिए ईश्वरीय जन्म ഈശ്വരീയ ജന്മത്തിൽ अलौकिक परिवार അലൗകിക പരിവാരത്തിൽ किसी भी प्रकार की लेन ഒരു പ്രകാരത്തിലുമുള്ള കൊടുക്കലും വാങ്ങലും स्थूल या സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും धन चीजें ധനം, വസ്തുക്കൾ, കാര്യങ്ങൾ, किसी भी प्रकार की लेन ഏത് പ്രകാരത്തിലുമുള്ള കൊടുക്കലും വാങ്ങലും हानि से, വളരെ ജാഗ്രതയോടുകൂടി വേണം ചെയ്യാൻ. क्योंकि ज्ञानी आत्मा से कर എന്തെന്നാൽ ജ്ഞാനി ആത്മാവുമായിട്ടാണ് ചെയ്യുന്നത്. हमारा व्यर्थ दूसरे ज्ञानी आत्मा के നമ്മുടെ भी योग വ്യർത്ഥം को तुड़ा दे। മറ്റൊരു ജ്ഞാനി ആത്മാവിൻ്റെ യോഗത്തെ മുറിക്കുകയാണെങ്കിൽ അത് ഡബിൾ ബോജാണ്, ഭാരമാണ്. അതുകൊണ്ട് इसलिए आपस में भी लेन देन में बहुत सावधानी रहे। പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലിൽ ജാഗ്രത വേണം. मैं पहले भी ഞാൻ बता ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, कि दुनिया में कुछ भी मुफ्त ലോകത്തിൽ വെറുതെ ഒന്നും കിട്ടില്ല. हर चीज का हिसाब ऋण ഓരോ വസ്തുവിനും അതിൻ്റേതായ കണക്കുണ്ടാകുന്നുണ്ട്. आत्मा लेने से दबती, ആത്മാവ് വാങ്ങുന്നതിലൂടെ हम उसके അടിമപ്പെടുകയാണ്. ऋण में आते हैं, उपकार में आते हैं। മറ്റൊരാളുടെ हम सत्य ഉപകാരത്തിലേക്ക് വരുമ്പോൾ സത്യം നമ്മൾക്ക് പറയാൻ സാധിക്കില്ല. अनावश्यक അതുകൊണ്ട് അനാവശ്യമായി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? हमें अपने ही सादे सरल जीवन में നമുക്ക് നമ്മുടെ സരളമായ ജീവിതത്തിൽ ആനന്ദമുണ്ടല്ലോ. ബാബ പരിപ്പും റൊട്ടിയും കഴിപ്പിക്കുന്നില്ലേ? അതുകൊണ്ട് सौगातों में സൗഗാത്ത് സമ്മാനം വാങ്ങുമ്പോൾ, തോളി വാങ്ങുമ്പോൾ തിരക്ക് കൂട്ടേണ്ടതില്ല. सावधानी से लेन देन कर। ജാഗ്രതയോടെ കൊടുക്കൽ വാങ്ങൽ ചെയ്യണം. हर आत्मा का अपना हिसाब ഓരോ किताब ആത്മാവിനും തൻ്റേതായ കണക്ക് പുസ്തകമുണ്ട്. हरेक को अपने सद्विवेक से ഓരോരുത്തർക്കും चलना है। തൻ്റെ സത്യവിവേകത്തോടുകൂടി നടക്കണം.
बड़े വരിഷ്ഠരായ അനുഭവികളായ आत्माओं നിമിത്തമായ ആത്മാക്കളിൽ നിന്നും വഴി ചോദിക്കണം. हमें നമ്മൾ अपने നമ്മുടെ राय पर വഴിയിൽ नहीं കൂടെ चलना। നടക്കരുത്. लक्ष्य रहे हर आत्मा का निमित्त ലക്ഷ്യമുണ്ടായിരിക്കണം. और നിമിത്താത്മാവുമായി, ബാബയുമായി, യജ്ഞവുമായി, മധുബനുമായി प्यार ഓരോ ആത്മാവിനും സ്നേഹം ഉണ്ടാക്കി കൊടുക്കണം. ആരുടെയും യോഗത്തെ പൊട്ടിക്കരുത്. सकता है मेरे हिसाब ठीक ഇനി नहीं, എൻ്റെ കണക്ക് ശരിയല്ല, मुझे कोई निमित्त എനിക്ക് ഏതെങ്കിലും നിമിത്താത്മാവിനോട് ठीक से नहीं ശരിയായിട്ടുള്ള അനുഭവമില്ല എങ്കിൽ പക്ഷേ आत्मा के अपने अपने അവരവർക്ക് ഓരോ ആത്മാവിനും मेरे मुख से ऐसी തൻ്റെതായ कोई കണക്കുണ്ടല്ലോ. बातें ना निकले कि वो आत्मा निमित्त आत्मा से ആ ആത്മാവിനെ നിമിത്താത്മാവുമായി, യജ്ഞവുമായി, മധുബനുമായി, सेवा से दूर हो സേവനവുമായി ഒരിക്കലും ദൂരേക്ക് പോവരുത്. ऐसा नहीं होना। ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. यज्ञ ഈ बाबा യജ്ഞം ബാബയുടേതാണ്. हर कोई अपने सहयोग से अपना भाग्य ഓരോരുത്തരും തൻ്റെ സഹയോഗത്തിലൂടെ ഭാഗ്യമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. भगवान का ഇത് ഭഗവാന്റെ യജ്ഞമാണ്. ये भरपूर ഇത് എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കും. ये भरपूर ഇത് നിറഞ്ഞു തന്നെ ഇരിക്കും. पर പക്ഷേ सहयोग എൻ്റെ സഹയോഗം എത്രത്തോളമുണ്ട് അതെനിക്ക് നോക്കണം. इसलिए हम किसी को यज्ञ सहयोग से दूर അതുകൊണ്ട് नहीं कर ആരെയും सकते। യജ്ഞ സഹയോഗത്തിൽ നിന്നും ദൂരെ അകറ്റരുത്. कि यहाँ तो बहुत ആ ഇവിടെ है, ധാരാളമുണ്ട്, जरूरत नहीं है, ഒന്നും ഇവിടെ हम കൊടുക്കേണ്ട क्यों ऐसे ആവശ്യകതയില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? आत्माओं को നമ്മൾ नहीं ആത്മാക്കൾക്കല്ല दे रहे हैं, കൊടുക്കുന്നത്, बाबा को दे। ബാബയ്ക്കാണ് കൊടുക്കുന്നത്. जब भी आप यज्ञ में कुछ നിങ്ങൾ भी എപ്പോഴും देते हैं, യജ്ഞത്തിലേക്ക് എന്തെങ്കിലും सेंटर में, കൊടുക്കുമ്പോൾ सेवा में, भंडार സെന്ററിലേക്കോട്ടെ ഭണ്ഡാരത്തിലേക്കോട്ടെ बाबा को याद ബാബയെ ഓർമ്മിച്ചിട്ട് ബാബയ്ക്ക് കൊടുക്കൂ. बाबा हमारा रिटर्न ബാബയാണ് നമുക്ക് റിട്ടേൺ തരുന്നത്. हमारा हिसाब ആത്മാക്കളുമായിട്ടല്ല നമ്മുടെ കണക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ये हमारे आपस स्वभाव संस्कार में मिलन है, टकराव है, कुछ भी നമുക്ക് है। പരസ്പരം തമ്മിൽ സംസ്കാരമിലനം നടക്കുമ്പോൾ, ടക്കറിങ്സ് ഉണ്ടാകുമ്പോൾ, सेवा में सहयोग में സേവനത്തിൽ, സഹയോഗത്തിൽ, പഠിപ്പിൽ നിന്നും ഒരിക്കലും വ്യത്യാസമുണ്ടാകാൻ പാടില്ല. तो सहयोग नहीं। പിണങ്ങിപ്പോയ സഹയോഗമില്ല, എന്നെ അംഗീകരിച്ചാൽ സഹയോഗമുണ്ട്. आत्मा है या അപ്പൊ നോക്കൂ, നമ്മൾ ജ്ഞാനി ആത്മാവാണോ, നമ്മൾ ബാബയുമായിട്ടാണോ നമ്മുടെ ബന്ധം, അതോ മറ്റാരെങ്കിലുമായിട്ടാണോ? ये दूसरों അതുകൊണ്ട് को भी योग्य मार्गदर्शन മറ്റുള്ളവർക്കും യോഗ്യമായ മാർഗദർശനം കൊടുക്കണം. और वास्तव में सेवा सहयोग വാസ്തവത്തിൽ സേവനം, സഹയോഗം ഗുപ്തമായി ചെയ്യണം. पूछकर थोड़ी करना। മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല ചെയ്യേണ്ടത്. हम एक दो को पूछकर बाबा से മറ്റുള്ളവരോട് बाबा के ചോദിച്ചിട്ടാണോ നമ്മൾ ബാബയുടേതായി മാറിയത്? തൻ്റെ ലഹരിയോടെ ആയിട്ടല്ലേ ബാബയുടേതായത്? बने। भक्ति में भी लोग कहते हैं गुप्त ഭക്തിയിലും പറയാറുണ്ടല്ലോ ഗുപ്തമായ ദാനം. हम प्रदर्शन നമ്മൾ क्यों എന്തിനാണ് करें? പ്രദർശിപ്പിക്കുന്നത്? एक दो से पूछे പരസ്പരം എന്തിനാണ് ചോദിക്കുന്നത്? आपको अपनी शक्ति का നിങ്ങൾക്ക് पता നിങ്ങളുടെ है, ശക്തിയെക്കുറിച്ച് अपनी അറിയാലോ, आर्थिक स्थिति का നിങ്ങളുടെ पता സാമ്പത്തിക है। സ്ഥിതിയും आप നിങ്ങൾക്കറിയാമല്ലോ. अपनी लगन से അപ്പം നിങ്ങൾ നിങ്ങളുടെ ലഹരിയോടുകൂടി ചെയ്യൂ. इसलिए അതുകൊണ്ട് ईश्वरीय परिवार ഈശ്വരീയ പരിവാരത്തിൽ संग दोष में आकर സംഘദോഷത്തിലേക്ക് വന്ന് गलत कामों में साथी नहीं, തെറ്റായ കർമ്മങ്ങളിൽ ഒരിക്കലും കൂട്ടുകൂടരുത്. सदा सबको
पुरुषार्थी സദാ बनाना നമ്മൾ है, എല്ലാവരെയും പുരുഷാർത്ഥിയാക്കി മാറ്റണം, बनाना है, സേവാധാരിയാക്കി മാറ്റണം. सदा सब സദാ में उमंग എല്ലാവരിലും उत्साह ഉണർവും भरना है। ഉത്സാഹവും നിറയ്ക്കണം. तुम इधर नहीं ഇവിടെ करो, ചെയ്യൂ, उधर करो, അവിടെ इसको नहीं, ചെയ്യരുത്, उसको। हम ये क्यों इन बातों അവർക്ക് में കൊടുക്കൂ, जाते? ഇവർക്ക് കൊടുക്കരുത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് एक अपनी പോകുന്നത്? बुद्धि से जहाँ चाहे, നമ്മൾ നമ്മുടെ जिसके ബുദ്ധി കൊണ്ട് प्रति चाहे, जिस എവിടെ सेवा വേണോ में चाहे, ആരെ പ്രതി വേണോ करे। ആ സേവനം ചെയ്യൂ. तो ये बहुत छोटी छोटी बातें हैं जो छोटे छोटे ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, उल्लंघनों का, भूलों का हिस्सा ചെറിയ बना ചെറിയ ലംഘനങ്ങൾ, ഇതെല്ലാം തെറ്റുകൾ, ഇതെല്ലാം നമ്മുടെ ബുദ്ധിയെ പറക്കാൻ സമ്മതിക്കില്ല. लक्ष्य हम सबका കർമാതീതമാകലാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. ബാബ് സമാനമാകുക അർത്ഥം पूर्ण कर्मातीत ബാബ സമ്പൂർണ്ണ കർമാതീത ഫരിസ്തയാണ്. और हम सबका वही നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യവും അത് തന്നെയാണ്. അതുകൊണ്ട് तीन 3 കാര്യങ്ങൾ हमें प्रैक्टिकल നമുക്ക് പ്രാക്ടിക്കലായി അണ്ടർലൈൻ ചെയ്യണം. एक 1, इस जीवन में ഈ ജീവിതത്തിൽ ചെയ്തു പോയ विकर्मों का सच्चाई से बाबा വികർമ്മങ്ങളെ സത്യതയോടെ ബാബയ്ക്ക് എഴുതി കൊടുക്കണം. बाबा कहते हैं ना, अपनी ബാബ പറയാറില്ലേ തൻ്റെ ജീവിത കഥയെ ബാബയ്ക്ക് എഴുതി കൊടുക്കൂ എന്ന്? मैं बाबा की मीन्स मेरा ഞാൻ जीवन ബാബയുടേത് बाबा के അർത്ഥം आगे എൻ്റെ മുഴുവൻ ജീവിതവും ബാബയ്ക്ക് മുന്നിൽ मेरे സ്പഷ്ടമായി जीवन എഴുതി की കൊടുക്കണം. किताब बाबा के सामने എൻ്റെ खुली ജീവിത हुई പുസ്തകം ബാബയുടെ മുമ്പിൽ इस തുറന്നു जन्म വെക്കണം. में, ഈ ജന്മത്തിൽ ज्ञान में अज्ञान में ജ്ഞാനത്തിലേക്കോട്ടെ कोई भी അജ്ഞാനത്തിലേക്കോട്ടെ विकार के वश कड़े पाप किए हैं, വികാരത്തിന് വശപ്പെട്ട് ചെയ്തു പോയ വികർമ്മങ്ങൾ സത്യതയോടെ ബാബയ്ക്ക് എഴുതി കൊടുക്കണം. यहाँ कोई पढ़ता ആരും ഇവിടെ വായിക്കില്ല. परिवार ഈ बेहद പരിവാരം बड़ा है। പരിധിയില്ലാത്തതാണ്. ആർക്കാണ് ഇതിന് സമയം? पहले हम ആദ്യമൊക്കെ लोगों का दादियों ने पढ़ा ദാദിമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, मार्गदर्शन ഞങ്ങൾക്ക് देते മാർഗദർശനം തന്നിട്ടുണ്ട്. और अब ये बेहद ഇത് പരിധിയില്ലാത്ത പരിവാരമാണ്. इसलिए खुद അതുകൊണ്ട് बाबा को സ്വയം सच्चाई ബാബയ്ക്ക് से സത്യതയോടെ എഴുതി കൊടുക്കൂ. और फुल പിന്നീട് ഫുൾ സ്റ്റോപ്പ് ഇടൂ. फिर फुल स्टॉप बाबा को लिख ബാബയ്ക്ക് എഴുതി കൊടുത്തു അർത്ഥം वो भूल ആ रिपीट തെറ്റ് പിന്നീട് ആവർത്തിക്കരുത്. कड़े पाप किसको कहते हैं हर कोई ഇനി जानते എന്തൊക്കെ പാപമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളെല്ലാം ജ്ഞാനി ആത്മാക്കളാണ്. इसलिए അതുകൊണ്ട് बचपन से लेकर अब കുട്ടിക്കാലം तक മുതൽ इस जन्म के जीवन की ഇതുവരേക്കും ഈ ജന്മത്തിലെ ജീവിതകഥ സത്യതയോടെ ബാബയ്ക്ക് എഴുതി കൊടുക്കൂ. मन हल्का എന്നിട്ട് മനസ്സിനെ ഭാരരഹിതമാക്കി മാറ്റൂ. രണ്ടാമത്തെ കാര്യം, जो हम सब ने विस्तार से अभी നമ്മൾ വിസ്താരത്തിൽ चर्चा ഇപ്പോൾ की, ചർച്ച ചെയ്തു, കേട്ടു. अब नए विकर्म ഇപ്പോൾ പുതിയ വികർമ്മം ചെയ്യരുത്. कर्मेंद्रियों से भूले नहीं, കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് തെറ്റുകൾ ചെയ്യരുത്. कर्म ബാബ में आ പറയാറില്ലേ, गया, means കർമ്മത്തിലേക്ക് വന്നു എങ്കിൽ അവിടെ കണക്കുണ്ടായി. कर्म में आ गया मीन्स पत्थर കർമ്മത്തിലേക്ക് पर വന്നു लकीर അർത്ഥം बन गई, जो കല്ലിൽ വര വരച്ചതുപോലെയാ, അത് മാഞ്ഞു പോവില്ല. वो हिसाब ആ चुकाने കണക്കും ही पड़ेगा। തീർക്കേണ്ടതായിട്ട് വരും. इसलिए साकार അതുകൊണ്ട് मुरलियों में बाबा സാകാര മുരളികളിൽ ബാബ പറയാറുണ്ട്, मनसा कितने भी മനസ്സിൽ तूफान എത്ര आए, തന്നെ കൊടുങ്കാറ്റ് വന്നാലും വികാരങ്ങളുടേത് വന്നാലും पर कर्मेंद्रियों പക്ഷേ से पाप കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പാപകർമ്മം ചെയ്യരുത്.
ये 69 69 വരേക്കും ബാബ ഇത് പറഞ്ഞിട്ടുണ്ട്. उसके बाद അതിനുശേഷം അവ്യക്ത ബാബ്ദാദ പറഞ്ഞിട്ടുണ്ട്, मनसा में भी तूफान മനസ്സിൽ പോലും എന്തിനാണ് കൊടുങ്കാറ്റ് വരുന്നത്, മനസ്സുകൊണ്ട് പോലും എന്തിനാണ് വികാരിയാകുന്നത്. मन शुद्ध മനസ്സ് ശുദ്ധമാകുമ്പോഴേ മനസ്സാ സേവ ചെയ്യാൻ സാധിക്കൂ. ബാക്കി എങ്ങനെ ചെയ്യാൻ പറ്റും മനസ്സാ സേവ? जो गंदगी कर्म में ഏതൊരു അഴുക്കാണോ കർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്തത്, അതിനെ എന്തിനാണ് മനസ്സിൽ വെക്കുന്നത്? इसलिए अपना मन അതുകൊണ്ട് മനസ്സിനെ ശുദ്ധമാക്കണം. और वो खुद को ही അത് സ്വയത്തിന് തന്നെ ചെയ്യണം. खुद സ്വയം ഇരിക്കൂ. നിങ്ങളിവിടെ വന്നിരിക്കുകയല്ലേ, अकेले अकेले ഒറ്റയ്ക്ക് ഇരിക്കൂ. हम तो यहाँ आके भी साथ साथ നമ്മളിവിടെ വന്നിട്ടും ഒരുമിച്ചല്ലേ നടക്കുന്നത്. ശരി, പരസ്പരം നമുക്ക് ഒരുമിച്ചിരിക്കണം. पर कुछ പക്ഷേ ഒരു 15 മിനിറ്റ് അരമണിക്കൂർ തനിച്ചു പോയിരിക്കൂ. സ്വയത്തെ നോക്കൂ, मन सा साफ. മനസ്സിനെ ശുദ്ധമാക്കൂ. अब मुझे ये चीजें मन में എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട. ब्राह्मण आत्मा को ബ്രാഹ്മണാത്മാവായ എനിക്കിത് ശോഭ നൽകുന്നില്ല. खुद खुद സ്വയത്തോട് സംസാരിക്കൂ. मैं बाहर से तो ब्रह्मा कुमारी ഞാൻ പുറമേ ബ്രഹ്മകുമാരി, ജ്ഞാനി, യോഗിയാണ്. सा कोई देख പക്ഷെ മനസ്സ് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താണ്? खुद खुद से സ്വയത്തോട് സംസാരിക്കൂ. अब नहीं. ഇപ്പോൾ ഇതൊന്നും പാടില്ല. भगवान ने बहुत ഭഗവാൻ എനിക്ക് सुधरने. പരിവർത്തനപ്പെടാൻ ഒരുപാട് മാർജിൻ തന്നിട്ടുണ്ട്. अब बाबा को धोखा ഞാൻ नहीं देना. ബാബയെ വഞ്ചിക്കാൻ പാടില്ല. हम बनेंगे ഞാൻ ആവും എന്ന് പറഞ്ഞ് വഞ്ചിക്കരുത് ബാബയെ. എനിക്ക് സത്യത്തിലായി മാറണം. അതുകൊണ്ട് इतना कंट्रोल खुद पर സ്വയത്തിൽ ഇത്രയും നിയന്ത്രണം, अपने आप पर संयम. അവനവനിൽ നിയന്ത്രണം. कोई भी संस्कार के ഏതെങ്കിലും സംസ്കാരത്തിന് വശപ്പെട്ട്, कोई आत्मा के प्यार ഏതെങ്കിലും ആത്മാവിന്റെ സ്നേഹത്തിന് വശപ്പെട്ട്, कोई लोभ അത്യാഗ്രഹത്തിന്റെ പ്രഭാവത്തിൽ में पाप नहीं कर. വന്നിട്ട് ഒരിക്കലും കർമ്മത്തിൽ പാപകർമ്മം ചെയ്യരുത്. और तीसरी ഇനി बात, മൂന്നാമത്തെ കാര്യം, जन्म जन्मांतर किए हुए विकर्मों का ജന്മജന്മാന്തരം ചെയ്ത വികർമ്മങ്ങളുടെ കണക്ക് योग बल से भस्म. യോഗബലത്തിലൂടെ ഭസ്മമാക്കണം. क्यों हम നമ്മൾ എന്തിനാണ് ഭട്ടി ചെയ്യുന്നത്? क्यों हम विशेष योग എന്തിനാണ് നമ്മൾ വിശേഷിച്ചും യോഗത്തിലിരിക്കുന്നത്? ताकि विकर्मों के प्रभाव से बने विकारी संस्कारों को मिटा सके. വികാരി സംസ്കാരങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. बल मिटेंगे. അത് യോഗബലത്തിലൂടെ അല്ലാതെ സാധ്യമല്ല. सेवा से दुआएं സേവനത്തിലൂടെ നമുക്ക് ആശീർവാദങ്ങൾ കിട്ടും. पर विकर्मों के दाग പക്ഷേ വികർമ്മങ്ങളുടെ तो കറ तपस्या से ही मिट. തപസ്യയിലൂടെയാണ് ഇല്ലാതാവുക. हिसाब चुकाने भी पड़ते കണക്ക് ഇല്ലാതാക്കേണ്ടതുണ്ട്. और वो പക്ഷേ ആ കറ तपस्या से തപസ്യയിലൂടെയാണ് ഇല്ലാതാവുക. രണ്ട് കാര്യങ്ങളാണ്. അതുകൊണ്ട് कर्मातीत बनने का एक पुरुष കർമാതീതമാകാനുള്ള ഒരു പുരുഷാർത്ഥമാണ് വികർമാജീത്താവുക. इस जन्म के विकर्म ഈ सच्चाई ജന്മത്തിലെ വികർമ്മം സത്യതയോടെ പറയുക, से विकर्म न करे. പുതിയ വികർമ്മം ചെയ്യാതിരിക്കുക, बल से चुप. ചെയ്തു പോയ വികർമ്മങ്ങൾ യോഗബലത്തിലൂടെ ഇല്ലാതാക്കുക. और जो भी सत्कर्म हम എന്തെല്ലാം करें, സത്യകർമ്മം നമ്മൾ ചെയ്യുന്നുവോ
पहले तो सत्कर्म ആദ്യം करें। സത്യകർമ്മം ചെയ്യുക. अब बाबा ഇപ്പോൾ डायरेक्ट ബാബ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. मन वचन कर्म से तन मन മനസ്സ്, വാക്ക്, കർമ്മം കൊണ്ട്, ശരീരം, മനസ്സ്, ധനം കൊണ്ട്, സംബന്ധ സമ്പർക്കം, സമയം കൊണ്ട്, ഗുണം, കല, വിശേഷത കൊണ്ട്, जिस भी ഏത് രീതിയിലാണെങ്കിലും जो सत्कर्म ഏതൊരു സത്യകർമ്മമാണോ हो सकता അത് है, आत्माओं को स्वयं को ആത്മാക്കൾക്ക് सर्व को पवित्र योगी बनाने സ്വയത്തെ सत्कर्म പവിത്രമാക്കി മാറ്റുന്ന സത്യകർമ്മം हमें कर അത് നമുക്ക് ചെയ്യുക തന്നെ വേണം. वो हमें അത് നമുക്ക് ചെയ്യണം. हमें अपनी शक्ति समय ഇപ്പോൾ നമുക്ക് നമ്മുടെ ശക്തി, സമയം, ബുദ്ധി कर्म कर സത്യകർമ്മം ചെയ്യുന്നതിൽ ഉപയോഗിക്കണം. पर दूसरी बात മറ്റൊരു കാര്യം, एक है सफल ഒന്ന് സഫലമാക്കുക. है ना तन പറഞ്ഞുവല്ലോ, ശരീരം, മനസ്സ്, ധനം, ഗുണം, കല, വിശേഷത, സംബന്ധ സമ്പർക്കം, സമയം, जो कुछ इस എന്തെല്ലാം ഈ ജീവിതത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായി എൻ്റെ പക്കലുണ്ടോ वो बाबा के कार्य में അത് ബാബയുടെ കാര്യത്തിൽ എത്രത്തോളം സഫലമാക്കാൻ സാധിക്കുമോ അത്രത്തോളം സഫലമാക്കൂ. പക്ഷേ जमा तब होगा എപ്പോഴാണ് സമ്പാദ്യമുണ്ടാവുക? निमित्त भाव से। നിമിത്തഭാവത്തിലൂടെ ചെയ്യുമ്പോൾ മാത്രം. मैंपन അഥവാ ഞാൻ എന്ന ഭാവം വന്നു, എൻ്റേതെന്ന ഭാവം വന്നു, അഭിമാനം വന്നു, ഞാൻ വർണ്ണന ചെയ്തു, സങ്കല്പം വന്നു എങ്കിൽ माइनस സമ്പാദ്യം കുറഞ്ഞു 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 പോകും. वो परसेंटेज ശതമാനത്തിലും होता जाता മൈനസ് ഉണ്ടാകും. है। അതുകൊണ്ട് सफल करना और जमा സഫലമാക്കുക, दो में സമ്പാദിക്കുക, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സഫലമാക്കുന്നുണ്ട് എല്ലാവരും. ബാബയുടെ കാര്യത്തിൽ നമ്മളെല്ലാം സഫലമാക്കുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ബാബയാണ്, നമ്മുടെ യജ്ഞമാണ്, നമ്മുടെ സേവനമാണ്. പക്ഷേ जमा कितना होगा എത്രത്തോളം സമ്പാദ്യം ഉണ്ടാകും? निमित्त भाव से कर നിമിത്തഭാവത്തിലൂടെ ചെയ്യുമ്പോൾ സമ്പാദ്യം ഉണ്ടാകും. बाद निर्माण रहेंगे अभिमान അതിനുശേഷം नहीं बने। വിനയമുള്ളവരായിരിക്കുക, അഭിമാനിയാകരുത്. तो वो जमा है। അപ്പോഴാണ് സമ്പാദ്യം. रिटर्न में मान शान റിട്ടേണായി नहीं रखी അഭിമാനത്തിനുള്ള, പേരിനും പ്രശസ്തിക്കുമുള്ള ആഗ്രഹം വെക്കരുത്. इसलिए सत्कर्म करने के बाद भी न्यारे സത്യകർമ്മം ചെയ്തതിനു ശേഷവും വേറിട്ടിരിക്കുക. ये बाबा का शुक्र ഹൃദയം കൊണ്ട് ബാബയ്ക്ക് നന്ദി. हमें मौका ബാബ നമുക്ക് അവസരം തന്നു सत्कर्म സത്യകർമ്മം ചെയ്യുന്നതിന് വേണ്ടി. अपना सफल कर തൻ്റേതെല്ലാം സഫലമാക്കാനുള്ള അവസരവും തന്നു. बाबा को तो कुछ ബാബയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ. और हम बाबा को देखकर ही सब कुछ कर ബാബയെ നോക്കിയിട്ടല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്, ആത്മാക്കളെ നോക്കിയിട്ടല്ലല്ലോ. इसलिए आत्माओं के हिसाब ആത്മാക്കളുടെ കണക്കിനെ നിങ്ങൾ നോക്കണ്ട. वेस्ट कर അവർ വേസ്റ്റ് ആക്കുന്നു, സമ്പാദിക്കുന്നു, हर आत्मा അവരെന്തോ ചെയ്യുന്നു. हम പക്ഷേ നമ്മൾ ബാബയെ വേണം നോക്കാൻ. बाबा हमें उसका 100% ബാബ നമ്മൾ ചെയ്യുന്നതിൻ്റെ 100% റിട്ടേൺ തരും. इस അതുകൊണ്ട് बाबा मम्मा ബാബ, മമ്മ, ദാദി, ദീദിമാരെ പോലെ से उनको धुन लगी അവർക്ക് എന്ത് ലഹരി ഉണ്ടായിരുന്നുവോ देख के स्पेशल महावाक्य ഓരോരുത്തരുടെയും സ്പെഷ്യലായ മഹാവാക്യം എല്ലാവർക്കും അറിയാമല്ലോ. बाबा सदा कहते ബാബ എപ്പോഴും പറയുമായിരുന്നു, എങ്ങനെയുള്ള കർമ്മം ഞാൻ ചെയ്യുന്നുവോ എന്നെ കണ്ട് മറ്റുള്ളവരും ചെയ്യും.
जैसे मेरे विचार वृत्ति होंगे എങ്ങനെയുള്ള വൃത്തിയാണോ എൻ്റേത് അങ്ങനെയുള്ള വൈബ്രേഷൻസ് വ്യാപിച്ച് വായുമണ്ഡലം ഉണ്ടാകും. सदा याद रखें। സാഗാര ബാബ എപ്പോഴും ഇത് പറയുമായിരുന്നു. सदा മമ്മ എപ്പോഴും പറയുമായിരുന്നു, മമ്മയുടെ മഹാവാക്യം ഇതാണ്, हर घड़ी ഓരോ നിമിഷവും അന്തിമ നിമിഷമാണ്. हर घड़ी अंतिम, ഓരോ നിമിഷവും അന്തിമ നിമിഷമാണ്. इसलिए हर घड़ी അതുകൊണ്ട് ഓരോ നിമിഷത്തെയും സഫലമാക്കണം. प्यारी दादी जी, बड़ी दादी जी നമ്മുടെ വലിയ ദാദീജി എപ്പോഴും പറയുമായിരുന്നു, माया मुक्त മായാമുക്തമാകണം, കർമാതീതമാകണം. में അവസാനമായി हम सबसे എപ്പോഴും ദാദിയെ കാണുമ്പോഴെല്ലാം कहते 5 മിനിറ്റ് എപ്പോഴും പറയുമായിരുന്നു, മായാമുക്തമാകൂ, കർമാതീതമാകൂ. बड़ी दीदी अब घर जाना है, अब ഇനി വലിയ ദീദി എപ്പോഴും പറയായിരുന്നു, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം, ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. प्रैक्टिकल दादी പ്രാക്ടിക്കലി जी को भी हम देख रहे ദാദി ജാനകിജിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. कौन मेरा ഈ ലഹരി മാത്രമേ ഉള്ളൂ, ഞാൻ ആര്, എൻ്റേതാര്, ഞാൻ ആര്, എൻ്റേതാര്. इस महसूसता में ഈ അനുഭൂതിയിലിരിക്കണം. प्यारी പ്രിയപ്പെട്ട ഗുൽസാർ ദാദിജി सदा अपने സദാ എപ്പോഴും ക്ലാസ്സിൽ പറയുമായിരുന്നു, खुश रहो, സന്തോഷായിരിക്കൂ, സന്തോഷം വിതരണം ചെയ്യൂ, സന്തോഷായിരിക്കൂ, സന്തോഷം വിതരണം ചെയ്യൂ, खुश मिठाई ദിൽഖുഷ് മിഠായി കഴിക്കൂ. दादी गुलजार जी मेहमानों को भी ഗുൽസാർ ദാദിജി അതിഥികളോടും പറയുമായിരുന്നു ഇത്. रतन मोहिनी ദിവസവും രത്തൻ മോഹിനി ദാദിജി മുരളി ക്ലാസ്സിന് ശേഷം കാണുമ്പോൾ സദാ ഈ പാഠം പക്ക ചെയ്യിപ്പിക്കുമായിരുന്നു. മുഖം എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. भी बात എന്ത് കാര്യങ്ങളായിക്കോട്ടെ, चेहरा नहीं, മുഖം ഒരിക്കലും മാറരുത്. सदा സദാ ബാബയുടെ ഓർമ്മയുടെ സന്തോഷത്തിലിരിക്കണം. तो ये आत्माएं कर्माती ഈ ആത്മാക്കളെല്ലാം കർമാതീതമായി മാറിക്കഴിഞ്ഞു. सिर्फ हमें बनाने നമ്മളെ ആക്കി തീർക്കാൻ വേണ്ടി മാത്രമാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് हर एक अपने साथ बैठो, തന്നോടൊപ്പം ഇരിക്കൂ, സ്വയത്തോട് സംസാരിക്കൂ, ഫൈനൽ ചെയ്യൂ, എനിക്കെന്ത് ചെയ്യണം. सिर्फ पुरुषार्थी रहना है या കേവലം പുരുഷാർത്ഥിയായിട്ട് മാറണോ, അതോ എനിക്ക് കർമാതീതമാകണോ? को ही फैसला। സ്വയം തന്നെ തീരുമാനമെടുക്കണം. तो बाबा की याद में അപ്പോൾ बैठेंगे ബാബയുടെ ഓർമ്മയിൽ और നമുക്കിരിക്കാം. कुछ बातें अंडरलाइन कर കുറച്ച് കാര്യങ്ങൾ നമുക്ക് അടിവരയിടാം. ओम शांति। ഓം ശാന്തി.